ഈ വർഷം ഫെബ്രുവരിയിൽ ഇസ്ലാമിക തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 2 ക്രിസ്ത്യൻ പെൺകുട്ടികളിൽ ഒരാൾ 5 മാസങ്ങൾക്കിപ്പുറവും തടവിൽ തുടരുകയാണ്. തീവ്രവാദികൾ 7 വയസ്സുള്ള ഐസക്കിനെയും 15 വയസ്സുള്ള അദന്നയെയും അവർ താമസിച്ചിരുന്ന മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത്. ഐസക്കിനെ വിട്ടയച്ചുവെങ്കിലും അദന്നയെ ഇതുവരെ മോചിപ്പിക്കാൻ തീവ്രവാദികൾ തയ്യാറായിട്ടില്ല. അനുസരിച്ചില്ലെങ്കിൽ മുത്തശ്ശിയെയും അവരുടെ ഭവനത്തെയും അഗ്നിക്കിരയാക്കുമെന്നും സഹോദരനെ ഉപദ്രവിക്കുമെന്നും പറഞ്ഞ് തീവ്രവാദികൾ അദന്നയെ ഭീഷണിപ്പെടുത്തിയതായി അവളുടെ അഭിഭാഷകൻ അഭിഷാക് സാംബോ വെളിപ്പെടുത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് കുട്ടികളുടെ മുത്തശ്ശിക്ക് മനസ്സിലായെങ്കിലും തട്ടിക്കൊണ്ടുപോയവർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് കുട്ടികളെ അവർക്ക് രക്ഷിക്കാനായില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയവർ തങ്ങളുടെ കസ്റ്റഡിയിൽ അവരെ കിട്ടിയതോടെ അവരുടെ പേരുകൾ മാറ്റി. ഐസക്കിൻ്റെ പേര് റഷീദ് എന്നും അദന്നയുടെ പേര് ഫാത്തിമ എന്നുമാക്കി. സംഭവശേഷം പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്യുകയും ചില ചർച്ചകൾക്ക് ശേഷം ഐസക്കിനെ തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. എങ്കിലും അവൻ്റെ സഹോദരി ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കാനും ഇസ്ലാം മതം സ്വീകരിക്കാനും നിർബന്ധിതയായി. ദേവാലയത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന അദന്ന പള്ളിയിലെ ഗായക സംഘത്തിലെ അംഗം കൂടിയായിരുന്നു.